നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ മികച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ആറങ്ങാടി അർഹമ സെന്റർ സംഘടിപ്പിച്ച മികവ് 2026 അനുമോദന പരിപാടി ശ്രദ്ധേയമായി. ഉന്നത ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ +2, SLC സമസ്ത പൊതുപരീക്ഷാ വിഭാഗത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. വിദ്യാർത്ഥികൾക്കൊപ്പം അവരുടെ രക്ഷിതാക്കൾ കൂടി ആദരവ് നൽകിയത് വേറിട്ട കാഴ്ചയായി. അർഹമ സെന്റർ ചെയർമാൻ ബഷീർ ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ അനുമോദിക്കുകയാണ്. അങ്ങനെ അനുമോദിക്കുമ്പോൾ ഇതിപ്പോൾ നാട്ടിൽ ഒരുപാട് അനുമോദനങ്ങളും ഈ വിദ്യോത്സവങ്ങളും എല്ലാം സംഘടിപ്പിക്കുന്നു. എന്നാൽ ഈ അനുമോദനം ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകേണ്ട ധാരണ, നിങ്ങളെ ഒരു നാട് വിളിച്ച് അനുമോദിക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇതുവരെ പഠിച്ചു നേടിയ മികവിന് അല്ലെങ്കിൽ അംഗീകാരം നിങ്ങളുടെ നാട് അംഗീകരിക്കുകയാണ്, നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. ഇനിയും തുടർന്ന് അങ്ങോട്ടുള്ള പരീക്ഷകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് ഉന്നതമായ വിജയം നേടാൻ കഴിയണം. അങ്ങനെ ഈ നാടിന്റെ അഭിമാനങ്ങളായി മാറാൻ നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ് ഇങ്ങനെ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉപഹാരം എന്നുള്ള നിലയിലല്ല നിങ്ങളെ അനുമോദിക്കുന്ന ഈ ചടങ്ങൊക്കെ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ രോഹിൻ രാജ് KAS മുഖ്യാതിഥിയായി. കൂളിയങ്കാൽ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് ജുറൈജ് ഇഷാമി പ്രാർത്ഥന നടത്തി. ആയിഷ ഫർസാന ടീച്ചർ ക്ലാസിന് നേതൃത്വം നൽകി. കാഞ്ഞങ്ങാട് CH സെന്റർ ചെയർമാൻ തായൽ അബൂബക്കർ ഹാജി പുരസ്കാര വിതരണം നടത്തി. മുത്തലീബ് കൂളിയങ്കാൽ ആമുഖ പ്രഭാഷണം നടത്തി. നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ MP ജാഫർ, വാർഡ് കൌൺസിലർ ബിന്ദു പ്രകാശ്, കനിവ് കൊളവേൽ ചെയർമാൻ സുറൂർ മൊയ്തു ഹാജി, കോൺഗ്രസ് നേതാവ് KP ബാലകൃഷ്ണൻ, A ഹമീദ് ഹാജി, PM അസൈനാർ ഹാജി, യാക്കൂബ് ആവിയിൽ, അർഹമ സെന്റർ ജനറൽ കൺവീനർ AK മുഹമ്മദ്, ട്രഷറർ MK റഷീദ്, T റംസാൻ, T ഗാദർ ഹാജി, T അസീസ്, റഷീദ് തോയമൽ, T അന്തുമാൻ, മുഹമ്മദ് ഖാസി ഹാജിം, ഇബ്രാഹിം പള്ളിക്കര, ജലീൽ കാർത്തിക, KM മുഹമ്മദ്, EK മജീദ്, റഫീഖ് നിലാങ്കര, CH ഇക്ബാൽ അഷ്റഫി, അലങ്കാർ അബൂബക്കർ ഹാജി, KK സിറാജ്, ഷെരീഫ് പാലക്കി, BK ഫൈസൽ, PV അർഫാന തുടങ്ങിയവർ സംസാരിച്ചു. ആക്ടിംഗ് കൺവീനർ അഷ്റഫ് കോട്ടക്കുന്ന് സ്വാഗതവും MK ലത്തീഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.